ഞാൻ ഡോക്ടർ അബ്ദുൽ അസീസ്, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റാണ്. ഇന്ന് ലോക വൃക്ക ദിനമാണ്, അതായത് വേൾഡ് കിഡ്നി ഡേ. 2006 മുതൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ കൊല്ലവും മാർച്ച് മാസത്തിൽ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ഇത് ആചരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും വൃക്കരോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആചരണം വളരെ അർത്ഥവത്താണ്. കാരണം വൃക്കരോഗം കൊണ്ട് വരുന്ന പ്രയാസങ്ങൾ അത് വ്യക്തിതലത്തിലും രാഷ്ട്രത്തിനും വളരെ വലുതാണ്. പ്രത്യേകിച്ചും ചെറുപ്രായത്തിൽ കിഡ്നി രോഗം വരികയും അതുകൊണ്ട് തന്നെ ജോലി നഷ്ടം വരികയും ചെയ്യുന്ന അവസ്ഥയിൽ വൃക്കരോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ആരോഗ്യമായ ജീവിതത്തിന് ആരോഗ്യമായ കിഡ്നി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലത്തെ തീം കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ എന്നതാണ്. അതായത് ആരോഗ്യമുള്ള കിഡ്നി എല്ലാവർക്കും ഉണ്ടാവുക എന്ന ലക്ഷ്യം. എല്ലാവർക്കും അറിയുന്നതുപോലെ വയറ്റിൽ മുകൾ ഭാഗത്തായി നട്ടലിൻ്റെ ഇരുഭാഗങ്ങളുമായിട്ടാണ് കിഡ്നി സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും അത് ആരോഗ്യമായ ശരീരത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയം അല്ലെങ്കിൽ തലച്ചോറ് എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി. കിഡ്നിയുടെ പ്രധാന പ്രവർത്തനം ശരീരത്തിൽ രാസപ്രവർത്തനങ്ങൾ വഴി ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് പുറന്തള്ളുക എന്നുള്ളതാണ്. പ്രധാനമായും യൂറിയ, ക്രിയാറ്റിനിൻ തുടങ്ങിയവയും ചില അസിഡിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളും പുറന്തള്ളുകയാണ് പ്രധാന ലക്ഷ്യം. മാത്രമല്ല ശരീരത്തിന് ആവശ്യമായ ജലാംശം വേണ്ട വിധത്തിൽ പരിപാലിക്കുക എന്നുള്ളത് അതിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. ഇതുകൂടാതെ ഹോർമോൺ പോലുള്ള ചില പദാർത്ഥങ്ങൾ വഴി ബ്ലഡ് പ്രൊഡക്ഷൻ, കാൽസ്യം മെറ്റബോളിസം വഴി എല്ലുകളുടെ ആരോഗ്യം, ബ്ലഡ് പ്രഷർ മെയിൻ്റനൻസ് എന്നിവയും കിഡ്നിയുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ശരീരാരോഗ്യം നിലനിർത്തുന്നതിൽ കിഡ്നിയുടെ റോൾ വളരെ വലുതാണ്. കിഡ്നിയുടെ അസുഖങ്ങൾ എല്ലാ അവയവങ്ങളിലും ബാധിക്കാൻ സാധ്യതയുള്ളതും അത് അന്തിമമായി മരണത്തിലേക്ക് തന്നെ നയിക്കാൻ സാധ്യതയുള്ളതാണ്. മേൽപ്പറഞ്ഞതിൽ നിന്നും ആരോഗ്യം നിലനിർത്തുന്നതിൽ കിഡ്നിയുടെ പ്രധാനമായ റോൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ ബ്രെയിൻ അറ്റാക്ക് അഥവാ സ്ട്രോക്ക് എന്നിവ വരുന്നത് പോലെ കിഡ്നിയുടെ രോഗങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ എന്തുകൊണ്ടോ ജനം തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള ബോധമില്ലായ്മയും അറിവില്ലായ്മയും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഒരു പരിധി വരെ പരിഹാരം കാണുക എന്നുള്ളതാണ് ഇത്തരം ദിനങ്ങളുടെ ആചരണം കൊണ്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. പ്രധാനമായും നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുക എന്നുള്ളത്. ഇക്കാര്യത്തിൽ കിഡ്നിയുടെ കാര്യത്തിൽ ഇത് വളരെ അർത്ഥവത്താണ്. കാരണം രോഗം വന്നതിന് ശേഷമുള്ള ചികിത്സകൾ അതിൻ്റെ സങ്കീർണത വളരെ കൂടുതലും ഫലപ്രാപ്തി വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമായ കിഡ്നി എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയാണ്. അതിൽ ഒന്നാമതായി വരുന്നത് ഭക്ഷണമാണ്. 3 വെളുത്ത പൊടികൾ, ഉപ്പ്, പഞ്ചസാര, ഒരു പരിധിവരെ മൈദ, ഇത് 3ഉം ആണ് പ്രധാന വില്ലന്മാരായി വരുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഉപ്പ് ബ്ലഡ് പ്രഷർ കൂട്ടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഷുഗർ, അതുപോലെ പഞ്ചസാര പ്രമേഹം ഉണ്ടാക്കുന്നു. മൈദയാണെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും ഇത് പ്രഷർ കൂട്ടുന്നു, പൊണ്ണത്തടി ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പ്രമേഹത്തിനും കാരണമായിട്ട് മൈദ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഏറ്റവും മിതത്വം പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. പിന്നെയുള്ളത് മാംസാഹാരങ്ങൾ. അമിതമായ മാംസാഹാര ഉപയോഗം അത് കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയ വസ്തുക്കൾ, സ്മോക്കിംഗ്, മദ്യത്തിൻ്റെ ഉപയോഗം എന്നിവയും കിഡ്നിയെ ബാധിക്കുന്നതാണ്. അതിനേക്കാൾ പ്രധാനമായി വെള്ളം കൂടുതൽ കുടിക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വേറൊരു പ്രധാനമായ കാര്യം. ഇത് എത്ര എന്നുള്ളതിനെപ്പറ്റി എല്ലാവർക്കും സംശയമുണ്ടാവും. ഒരുപാട് വെള്ളം കുടിക്കുന്നത് ശരിയാണോ, വെള്ളം എത്ര വേണം എന്നുള്ളതിനെ പറ്റിയാണ് പ്രധാനമായുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറ് പതിവ്. ഇത് നമ്മുടെ കാലാവസ്ഥയും ഓരോരുത്തരുടെയും ജോലിയും അനുസരിച്ചാണ് ഇരിക്കുന്നത്. പുറത്ത് റൂമിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വിയർക്കാതെ ചെയ്യുന്ന ജോലികളുള്ള ആളുകളാണെങ്കിൽ ഏകദേശം 2 മണിക്കൂറിൽ 2 ഗ്ലാസ് വെള്ളം, അതായത് 400 മില്ലി ധാരാളം മതിയാവുന്നതാണ്. അതേസമയം വിയർക്കുകയോ അതല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിനധികം വേണ്ടി വന്നേക്കാം. എങ്ങനെയാണ് വേണ്ടത്ര വെള്ളം കുടിച്ചു എന്നുള്ളതിന് തെളിവ്? അത് നമ്മൾ നോക്കേണ്ടത് മൂത്രത്തിൻ്റെ നിറവും അതിൻ്റെ മണവുമാണ്. നിറമോ മണമോ ഇല്ലാത്ത വിധം സാധാരണ വെള്ളം പോലെയുള്ള മൂത്രം പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കുടിക്കുന്ന വെള്ളം വേണ്ടത്ര അളവിലാണ് എന്നുള്ളതാണ്.
അതേസമയം മൂത്രത്തിന് കഠിനമായ മഞ്ഞ നിറം വരികയോ അതല്ലെങ്കിൽ രൂക്ഷമായ ഗന്ധം ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കുടിച്ച വെള്ളം പോരാ എന്നുള്ളതാണ്. ഇത്തരം പ്രവർത്തനത്തിലൂടെ കിഡ്നിയുടെ ആരോഗ്യം ഒരു പരിധിവരെ നമുക്ക് നിലനിർത്താൻ കഴിയും. മാത്രമല്ല കിഡ്നി രോഗങ്ങൾ വരുന്നത് കുറയാനും സാധ്യതയുണ്ട്. രണ്ടാമതായി പ്രധാനമായും ചിന്തിക്കേണ്ടത് കിഡ്നിയെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം, പ്രഷർ, അതുപോലെ തന്നെ വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലുകൾ, അതല്ലെങ്കിൽ മൂത്രത്തിലെ പഴുപ്പ് എന്നിവയെല്ലാം കണ്ടുപിടിച്ച് അത് വേണ്ട രൂപത്തിൽ വേണ്ട സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 രോഗങ്ങളാണ് പ്രമേഹവും പ്രഷറും. ഇന്നത്തെ അവസ്ഥയിൽ നമുക്കറിയാം പ്രമേഹ രോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യ പ്രമേഹ രോഗത്തിൻ്റെ ലോക തലസ്ഥാനമായി മാറുന്ന രൂപം പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിൻ്റെ ചികിത്സ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല പ്രമേഹം കൊണ്ട് വരുന്ന ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ തിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് അത് വേണ്ട വിധത്തിൽ ചികിത്സിച്ച് അത്തരം രോഗങ്ങൾ വരാതെ നോക്കുക എന്നുള്ളതല്ലാതെ രോഗം വന്നതിന് ശേഷമുള്ള ചികിത്സകൾ ഒട്ടും ഫലപ്രദമല്ല. ഈ കാര്യത്തിൽ ജനങ്ങൾ വളരെ വളരെ അറിവില്ലാത്ത രൂപത്തിലാണ് പെരുമാറുന്നത്. ചില രോഗികൾ പറയും പ്രമേഹമുണ്ട് അറിയാം, പക്ഷേ മരുന്ന് കഴിക്കുന്നില്ല. കാരണം മരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് മരുന്നില്ലാതെ പോകുന്നിടത്തോളം പോകട്ടെ എന്നുള്ളൊരു തെറ്റായ ധാരണ ഒരുപാട് ജനങ്ങളുണ്ട്. അത് നമ്മൾ നിത്യം ആശുപത്രിയിൽ കാണുന്നതുമാണ്. പക്ഷെ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രമേഹം ആദ്യമേ തന്നെ കണ്ടുപിടിച്ച് വേണ്ട രൂപത്തിൽ ചികിത്സിച്ചാൽ മാത്രമേ മറ്റു അവയവങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ കിഡ്നി, തലച്ചോറ്, ഹാർട്ട് എന്നിവയ്ക്ക് വരുന്ന രോഗങ്ങൾ തടയാൻ കഴിയുകയുള്ളൂ. രോഗം വന്നതിന് ശേഷം ഉള്ള ചികിത്സ ഒട്ടും ഫലപ്രദമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് പ്രഷർ. അതും ഇതേപോലെ തന്നെ നേരത്തെ കണ്ടുപിടിച്ച് വേണ്ട രൂപത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ അതും കിഡ്നിയെ ബാധിക്കുന്നതാണ്. കല്ല് ആണ് വേറൊരു പ്രധാന രോഗം. പ്രധാനമായും വേദന ഉണ്ടെങ്കിൽ മാത്രം കല്ലിന് പ്രാധാന്യം നൽകുക എന്നുള്ളൊരു രൂപം സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ വേദനയേക്കാൾ കൂടുതൽ കിഡ്നിക്ക് വരുന്ന ബ്ലോക്കും അതുമൂലം വരുന്ന പ്രവർത്തന വൈകല്യങ്ങളും എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, അതായത് തിരുത്താൻ പറ്റാത്ത വിധമുള്ള കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന രോഗമാണ്. മാത്രമല്ല മൂത്രത്തിൽ വരുന്ന പഴുപ്പുകൾ അതും വേണ്ട വിധത്തിൽ കണ്ടുപിടിച്ച് വേണ്ട സമയത്ത് ചികിത്സിച്ചില്ല എങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞതിൽ നിന്നും കിഡ്നിയെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളെ വേണ്ട വിധത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിനുള്ള പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മാത്രമല്ല രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ ആവശ്യമായ പരിശോധനകൾ ഇത്തരം രോഗികൾക്ക്, അതായത് പ്രഷർ, പ്രമേഹം, അതല്ലെങ്കിൽ സ്റ്റോൺസ് അങ്ങനെയുള്ള രോഗികൾക്ക് നടത്തേണ്ടതാണ്. അപ്പോൾ പ്രധാനമായും ബ്ലഡ്, യൂറിൻ ടെസ്റ്റുകളും റെഗുലർ ബ്ലഡ് പ്രഷർ ചെക്കും ആവശ്യമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത്തരം രോഗങ്ങൾ കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനും അതിനനുസരിച്ചതായ ചികിത്സകൾ ചെയ്യാനും കഴിയും. കിഡ്നി രോഗത്തെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കൊണ്ടുള്ള ചികിത്സകൾ വളരെ ഏർലി സ്റ്റേജിൽ മാത്രമാണ് എന്തെങ്കിലും ഗുണം ചെയ്യാൻ സാധ്യതയുള്ളൂ. ഒരു പരിധി കഴിഞ്ഞാൽ, അതായത് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എത്തിക്കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് ചികിത്സകൾ ഒട്ടും ഫലപ്രദമല്ല. അതിന് ഇന്നത്തെ അവസ്ഥയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആകെ 2 തരം ചികിത്സകളാണ്. ഒന്ന് ഡയാലിസിസ്, 2 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്ന് ഡയാലിസിസ് വളരെ വ്യാപകമായി ഉപയോഗപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡയാലിസിസ് കൊണ്ട് കിഡ്നിയുടെ പ്രവർത്തന വൈകല്യം കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് ഒരു പരിധിവരെ മാറ്റം വരുത്താൻ എന്നുള്ളതല്ലാതെ കിഡ്നിയുടെ അടിസ്ഥാനപരമായ രോഗം മാറുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല രോഗി എന്നും രോഗി തന്നെ ആയിരിക്കുന്നതാണ്. കാരണം ഹോസ്പിറ്റലിലേക്ക് പോകണം, ഡയാലിസിസിന് പോകണം. അതുകൊണ്ട് തന്നെ അയാളുടെ സാധാരണ ജോലികളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ ഒരു പരിധിവരെ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. സൗജന്യ ഡയാലിസിസ് ഒരുപാട് സംഘടനകൾ ചെയ്യുന്നുണ്ടെങ്കിലും രോഗിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിപ്പെടുക, അതിൻ്റെ കൂടെ ആളുകൾ വരിക, അവൻ്റെ ജോലി നഷ്ടം എന്നുള്ളത് കൊണ്ടുള്ള നഷ്ടങ്ങൾ അവന് സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കിട്ടുകയാണെങ്കിലും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഒരുപാട് സംഘടനകൾ, NGOs ഫ്രീ ഡയാലിസിസ് സെൻറ്റേഴ്സ് നടത്തുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പുതിയ ഡയാലിസിസ് സെൻറ്റേഴ്സ് തുറക്കുന്നത് നല്ലത് തന്നെ, ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനം എനിക്ക് തോന്നുന്നത് പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിന് സ്ട്രെസ് കൊടുത്തുകൊണ്ട് അതിന് ജനങ്ങളെ ബോധവാന്മാക്കുന്ന വിധത്തിൽ നിങ്ങൾ ചില സെൻറ്ററുകൾ തുറക്കേണ്ടതുണ്ട്. കാരണം പ്രമേഹം വേണ്ട വിധത്തിൽ ചികിത്സിക്കാതെ, പ്രഷർ വേണ്ട വിധം ചികിത്സിക്കാതെ കിഡ്നി ഡിസീസ് ഉണ്ടാകുകയും അത് എൻഡ് സ്റ്റേജിലേക്ക് എത്തുകയും അന്നേരം ഡയാലിസിസ് ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഫലപ്രദവും സാമ്പത്തികമായും സാമൂഹികമായും ജോലിപരമായും ഗുണം ചെയ്യുന്നതാണ് അവ ഇല്ലാതാക്കുന്നത് എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ
പ്രമേഹമുള്ള രോഗി അത് വേണ്ട വിധത്തിൽ മരുന്ന് കഴിച്ച് അത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അവന് ജോലി ചെയ്യാം, സാധാരണ ജീവിതം കൊണ്ടു നടക്കാം. അതേസമയം കിഡ്നി ഫെയിലിയർ വന്നതിന് ശേഷം ഡയാലിസിസ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും അവൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഇത്തരം NGOs വളരെയധികം ശ്രദ്ധ നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കിഡ്നി ഡേ ആചരിക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് വർക്കേഴ്സും ജനങ്ങളും അധികാരികളും NGOസും കൂടിയുള്ള കൂട്ടായ പ്രവർത്തനം കൊണ്ട് വൃക്കരോഗങ്ങൾ കുറയ്ക്കുന്നത് എങ്ങനെയെന്നും അത് വരാതെ നോക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എങ്ങനെയെന്നുള്ളതും കണ്ടുപിടിച്ച് അതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗ്ഗരേഖ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള ദിനാചരണങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യമായൊരു കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.